പോണ വഴിക്ക് ഞാൻ ഇങ്ങനെ മൗണ്ടത്തിയൊക്കെ കുടിച്ച് ഞാനിക്കൊക്കെ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാലസിൽ എന്താണ് ജസ്റ്റ് ഒന്ന് കയറിയിട്ടാണ് കേട്ടോ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് ഹിൽ പാലസിൽ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വരാറില്ലായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ ഇന്ന് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനും കാക്കയും കൂടിയും വന്നാൽ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസും പിടിക്കാനുണ്ട് കേട്ടോ നമുക്ക് എന്താണ് ചാനലിലേക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ എന്താണ് നമ്മുടെ മണിച്ചിത്ര താഴൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ കേട്ടോ. നാഗവല്ലിയുടെ സീനൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ഈ ഒരു കുളം കണ്ട, ഇതാണ് നാലുകെട്ടാണ് കേട്ടോ. ഇത് കുളമാണ്. ഇവിടെ മോഹൻലാൽ ഇങ്ങനെ ചാടി കുളിച്ചതൊക്കെ നിങ്ങൾ ശരിക്കും മണിച്ചിത്ര താഴ് കാണണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് തോന്നും കേട്ടോ. അപ്പോൾ അവിടെ മോഹൻലാൽ ചാടി ആ കുളമെന്നെല്ലാം ഞാൻ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഇന്ന് പോയത് കറക്റ്റ് ക്ലൈമറ്റാണ് കേട്ടോ. ചിലപ്പം എന്താണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ കുറച്ച് ഇതായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് കാണാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെയിലായിരുന്നു. എന്നാലും അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഒരു നല്ല ക്ലൈമറ്റും കൂടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തിട്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കുളം പോലത്തെ ഇതിൽ കുറേ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ താമരയുടെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താമര വരാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കേൾക്കാൻ പിന്നെ പാലസിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ശരിക്കും അവിടെ കാണാൻ നല്ലൊരു ഓൾഡ് ലുക്കാണ്. നല്ലൊരു ത്രില്ലാണ്, ഒരു ഓൾഡ് ലുക്കാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഇപ്പോൾ ഇതെന്താണ് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ പോലീസൊക്കെ വന്നിരിക്കാറുണ്ട്. അവിടെ മതെല്ലാം ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അപ്പോൾ വെറുതെ ചെന്ന് അവിടേക്ക് ഇരുന്നായിരുന്നു വെറുതെ. എന്നിട്ട് ഞാനും കാക്കയും കൂടി ഇപ്പം ഞങ്ങൾ പോണത് മാനിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. മാനിനെ കാണാൻ പോണേണ്. അപ്പോൾ എന്താണ് അവിടെ നിന്ന് കുറച്ചും കൂടിയും പോയി അവരൊരു കാട്ടിൽ മാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഒരു ചട്ടിയും കലമൊക്കെ വെച്ചിട്ടുള്ളൊരു ആർട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. നല്ല രസമുണ്ടായിരുന്നു. എന്താണ് ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചേക്കണമായിരുന്നു കേട്ടോ. ഇത് പഴയ സാധനമായിരുന്നു. ഇത് എന്താണ് പഴയതല്ലേ, പഴയ കാലത്ത് രാജാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഒരു സംഭവമുണ്ട്. കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മണിച്ചിത്രത്താഴ് ഓർമ്മ വരുന്നുണ്ടാകുന്ന പറയാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാനായിരുന്നു ഞാനും കേക്കയും കൂടി. ഞങ്ങൾ ഹിൽ പാലസിലേക്ക് വന്നത് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അതാണ് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ സെറ്റാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേനെ. അപ്പോൾ എൻ്റെ 1-2 വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചില്ലായിരുന്നു കേട്ടോ. അത് ഒന്ന് ഞാൻ എടുക്കാൻ മറന്നു. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ എടുക്കണ തിരക്കിലായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ഈ ഒരു കലം കണ്ട നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു കലം ഉണ്ടാ. ഇതെന്തിനു വേണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കുളത്തിൻ്റെ അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നടന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു പൂജാമുറിയാണ്. എൻ്റെ ഇക്കാക്കടെ നേരെ കാണുന്ന ഒരു റൂം അത് പൂജാമുറിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോ അങ്ങനെയൊക്കെ വച്ചിട്ട് കല്ലൊക്കെ വച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഹിൽ പാലസിൽ വരും. എന്നാലും ഇങ്ങോട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കയറിയത്. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ വാതിലെല്ലാം അടച്ച് പൂട്ടിയിട്ടേക്കണമായിരുന്നു. ഒക്കെ പണ്ടത്തെ കാലത്തുള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കണമായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയാലും നമുക്ക് അതിൽ നമുക്ക് പുറത്തേക്കും പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്നത് മാനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ മാനൊക്കെ ഓടി വന്നിട്ട് ഞാനൊരു ഇലയും കൊണ്ടാണ് ചെന്നത്. അപ്പോൾ ആ ഇല കണ്ടപ്പോൾ തന്നെ മാൻ ഓടി വന്ന് ആദ്യം ഇക്കാക്ക അവിടെ നിന്ന് കുറേ ഉണക്ക ഇലയൊക്കെ കൊടുത്തായിരുന്നു. ഉണങ്ങിയ ഇല കൊടുത്തപ്പോൾ പുള്ളിക്കാരന് പച്ചില തന്നെ വേണം, ഉണങ്ങിയ ഇല ഒന്നും തിന്നുള്ളൂ. അപ്പോൾ പച്ചില പറിച്ചു കൊടുത്തിട്ടാ. ഇനി എൻ്റെ ഫേവറേറ്റ് പുല്ലാന്ന് തോന്നുന്നു. ഞാൻ മാടിനും തീറ്റ കൊടുത്തിട്ടാ. മാട് ഭയങ്കര വലുതായിരുന്നു. മാനിനും തീറ്റ കൊടുത്ത് മാടിനും തീറ്റ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വലുതായിരുന്നു കേട്ടോ.
അപ്പം ഞാൻ എൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ തൊട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാടിന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ തീറ്റ കൊടുക്കണം. മാനിന് ഞാൻ കുറേ തീറ്റയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്. പറഞ്ഞ പോലെ മാടിനും അതെ ഉണക്കയില തിന്നണ്ട, പച്ചയില തന്നെ വേണം. അങ്ങനെ പച്ചയിലേക്ക് കൊടുത്ത് ഞങ്ങൾ മാനിനെയും കണ്ട് പിന്നെ നടന്ന്. അപ്പോൾ അവിടെ വലിയൊരു ഊഞ്ഞാല ഉണ്ടായിരുന്നു കേട്ടോ. ഹൈറ്റിലായിരുന്നു, നല്ല ഹൈറ്റിലായിരുന്നു മരമുള്ളത്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. ഒന്നല്ല കേട്ടോ, കുറച്ചും കൂടിയും പോയി അപ്പുറത്ത് ഇപ്പുറത്ത് അങ്ങനെ ഓരോ മരങ്ങളായിട്ട് ഇങ്ങനെ ഊഞ്ഞാലേക്ക് ഉണ്ടാവും. ഈ കായ്ക്കാണെങ്കിൽ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. പിന്നെ ഇത് ഇവിടുത്തെ രാജാവിൻ്റെ കല്ലറ ഉണ്ടത്. ഇവിടുത്തെ രാജാവിൻ്റെ മരിച്ചിട്ട് ഇവിടെ ഉണ്ട് അടച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് പിന്നെ ഞാൻ നടന്ന് വലിയൊരു ഡൈനോസറിൻ്റെ അടുത്തേക്കാണ് എത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കോമഡി വീഡിയോസൊക്കെ പണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഡൈനോസറിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കിയൊക്കെ നിന്ന് പിന്നെ വന്ന് ഇപ്പോൾ ആ ഡൈനോസർക്ക് പണ്ട് കാലത്തുള്ള നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കസേരയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കസേരയിലൊക്കെ കയറി ഇരിക്കണമായിരുന്നു. കുറേ ഫോട്ടോ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 5 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആവാറായി. അപ്പോൾ വാപ്പി ഉമ്മി ഞാനും ഇക്കാക്കയൊക്കെ കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ എവിടെയും പോകണം, ഇനി ഞാൻ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.